ഹരേ ശ്രീകൃഷ്ണ ശരണം. ശ്രീകൃഷ്ണ പ്രേമികളെ, സച്ചിദാനന്ദ സ്വരൂപിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അക്ഷരവിഗ്രഹമായ ശ്രീമദ് ഭാഗവതത്തിലെ വൃന്ദാവന ലീല വർണ്ണിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ്. അനേക കോടി ജന്മജന്മാന്തരങ്ങളിലുള്ള സുഹൃതം കൊണ്ട് മാത്രമേ നമുക്ക് ഭാഗവതത്തെ സമീപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭാഗവതം വായിക്കുക, ഭാഗവതം കേൾക്കുക, ഭാഗവതം പഠിക്കുക, ഭാഗവതം ഉൾക്കൊള്ളുക, ഭാഗവതത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, ഇതൊക്കെ സാധിക്കണമെങ്കിൽ ഭാഗ്യം ഉണ്ടാകണം. ഭാഗവതം ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഇന്നിപ്പോ ധാരാളമായിട്ട് ഭാഗവത സപ്താഹയജ്ഞങ്ങൾ നടക്കുന്നു, ഭാഗവത സത്രങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നു. പക്ഷേ ഭാഗവതം ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലാക്കുകയും ശ്രീകൃഷ്ണനിൽ അധിഷ്ഠിതമായ രീതിയിൽ ഭാഗവതത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വേണ്ട രീതിയിൽ തന്നെ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അല്പം സംശയമുണ്ട്. കാരണം നമ്മൾ ഭാഗവതം വായിക്കുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതുമൊക്കെ കൃഷ്ണനിൽ മനസ്സ് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഭാഗവതത്തിന്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്, ഭാഗവതം വേണ്ടതുപോലെ കേൾക്കുകയാണെങ്കിൽ ഈശ്വര സദ്യോ ഹൃദി അവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭി തൽക്ഷണാൽ എന്ന്. ഉള്ളിലെ ഈശ്വരൻ വരും എന്ന്, ഈശ്വരനെ ഉള്ളിൽ കാണാൻ സാധിക്കുമെന്ന്. ഈ ഈശ്വരൻ ആരാണ്? ഈശ്വരൻ കൃഷ്ണനാണ്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ഈ പ്രപഞ്ചം ഏതൊരു ചൈതന്യത്തിൽ നിന്നാണോ ഉണ്ടായത്, ഈ പ്രപഞ്ചം ഏതൊരു ചൈതന്യത്തിന്റെ അംശമാണോ, ഈ പ്രപഞ്ചം അവസാനം ഏതൊരു ചൈതന്യത്തിലാണോ വിലയം പ്രാപിക്കുന്നത്, ആ ചൈതന്യമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഭാഗവതത്തെ വേണ്ടതുപോലെ അനുസന്ധാനം ചെയ്യുമ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമ്മൾ ഹൃദയത്തിൽ കാണുന്നത്. ഭക്തകവി ഓട്ടൂര് പാടിയിട്ടുണ്ട്, കണ്ണന്റെ പുണ്യനാമവർണ്ണങ്ങൾ കർണത്തിലെന്നു കേൾക്കും ഞാൻ, കർണത്തിൽ കേട്ടു കോൾമയേർക്കൊണ്ടു കണ്ണീരിലെന്നു മുങ്ങും ഞാൻ, കണ്ണീരിൽ മുങ്ങി ശുദ്ധനായി നാമം തന്നെത്താനെന്നു പാടും ഞാൻ. അത് ഭാഗവതത്തിലുള്ള ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നുള്ള നവധാഭക്തിയുടെ ആ സിദ്ധാന്തം തന്നെയാണ് കീർത്തനത്തിലും പ്രതിഫലിക്കുന്നത്. ഇപ്പൊ വേണ്ടതുപോലെ ഭാഗവതം കേൾക്കുകയും മറ്റുള്ളവർ നാമം ജപിക്കുന്ന കേൾക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്രമേണ നമുക്കും നാമം ജപിക്കണമെന്ന് തോന്നും. നാമത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് നമുക്ക് നാമസ്വരൂപിയായ ശ്രീകൃഷ്ണ ഭഗവാനെ ഹൃദയത്തിൽ കാണാനുള്ള അവസരം സിദ്ധിക്കുകയും ചെയ്യും. ഭാഗവതത്തിന് മറ്റൊരു ലക്ഷ്യവുമില്ല. ഭഗവാൻ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഭഗവാനെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താണ് വേണ്ടത്? കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനെ. ശ്രീവല്ലഭനായ ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതലായിട്ട് പിന്നെ ഒന്നും വേണ്ട. ആ ഒരു ബോധത്തോടുകൂടി ഭാഗവതത്തെ നമ്മൾ സമീപിക്കണം. അതുപോലെ കേരളത്തിൽ പൊതുവെ ഒരു തെറ്റിദ്ധാരണയുള്ളത് വിഷ്ണു ഭഗവാന്റെ അവതാരമാണ് കൃഷ്ണൻ എന്നാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ത്രിമൂർത്തികൾക്ക് അതീതനായി ഗോലോകത്തിൽ വിളങ്ങുന്ന പരിപൂർണനായ ഈശ്വരനാണ് കൃഷ്ണൻ. നാരായണീയത്തിൽ ഭട്ടപാദര് ആ കാര്യം ഉദ്ഘോഷിച്ചിട്ടുണ്ട്. മൂർത്തിത്രയാധികം ഉവാച മന്ത്രശാസ്ത്രസ്യാദൗ കളായ സുഷമം സകലേശ്വരം ത്വാം എന്ന്. കളായ സുഷമനായ കായാമ്പൂവർണനായ കൃഷ്ണൻ, ഗോലോകത്തിൽ വിളങ്ങുന്ന ഭഗവാൻ, ശ്രീ രാധാസമേതനായ ഭഗവാൻ,
ത്രിമൂർത്തികൾക്കും അതീതനായ ഭഗവാനാണ്. ആ ഭഗവാന്റെ സാത്വിക ആവിർഭാവമാണ് വൈകുണ്ഠമൂർത്തിയായ വിഷ്ണു. ആ ഭഗവാന്റെ 125 വർഷത്തെ ലീലാനാടകത്തെ വർണ്ണിക്കുന്ന ദശമസ്കന്ധമാണ് ഭാഗവതത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഭാഗം. തത്വങ്ങൾ കൊണ്ട് ഏകാദശ സ്കന്ധത്തിനാണ് പ്രാധാന്യമെന്ന് നമുക്ക് തോന്നാമെങ്കിലും ദശമസ്കന്ധത്തിനാണ് പ്രാധാന്യം കൂടുതൽ എന്ന് പണ്ഡിതന്മാരും ആധ്യാത്മിക ജ്ഞാനമുള്ളവരും പറയുന്നു. ഇനി ഭാഗവതത്തിലുള്ള തത്വങ്ങളെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുമ്പോൾ തന്നെ എന്താണ് ഈ തത്വം എന്നുള്ളതും മനസ്സിലാക്കണം. തത്വം എന്ന പേരിൽ നാം ധരിച്ചിരിക്കുന്ന മായാവാദമല്ല ശരിയായ തത്വം. ഞാൻ തന്നെ ഈശ്വരനാണ് എന്നുള്ള ഭാവത്തിലുള്ള എന്നുള്ള ചിന്താഗതിയോടുകൂടിയുള്ള തത്വങ്ങളല്ല ശരിയായ തത്വം. ഭഗവാന്റെ ദാസനാണ് ഞാൻ എന്നുള്ള ഭാവത്തിൽ ഭഗവാന്റെ തിരുനാമം ജപിച്ച് ഭഗവാനോടടുത്തടുത്ത് അങ്ങനെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഭാഗവതം എന്ന ശാസ്ത്രത്തിൽ പറയുന്നത്. ഇതം ഭാഗവതം ശാസ്ത്രം. ഭാഗവതം ശാസ്ത്രമാണ്. ഈ തത്വം നമുക്ക് പറഞ്ഞു തരുന്ന ശാസ്ത്രമാണ് ഭാഗവതം. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത് ഐനന്ദതനൂജ കിങ്കരം പതിതം മാം വിഷമേ ഭവം ബുധൗ കൃപയാ തവ പാദപങ്കജസ്ഥിതധൂളീ സദൃശം വിചിന്തയാ. കൃഷ്ണ, ഭഗവാനെ അവിടുത്തെ കാലിലെ ഒരു പൊടിയായി അടിയനെ കരുതേണമേ. ലോകം കണ്ടിട്ടുള്ള ശ്രീകൃഷ്ണ ഭക്തന്മാരായ ആചാര്യന്മാരിൽ ഏറ്റവും ഉത്കൃഷ്ടനായ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു ബംഗാളിൽ നവദ്വീപിൽ അവതരിച്ച് ലോകം മുഴുവൻ കൃഷ്ണഭക്തിയുടെ പ്രകാശം ചൊരിഞ്ഞ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു പറഞ്ഞ അതാണ്. അപ്പൊ ഭാഗവത്തെ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചൊല്ലിയത് തന്നെ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഈ നാമം ഷോഡശനാമം അഥവാ കലിസന്ധരണ ഉപനിഷത്ത് ഇതെന്നും ജപിക്കുക. അത് തന്നെ തിരിച്ച് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നും ജപിക്കാം. അങ്ങനെ ജപിക്കുമ്പോൾ അത് രാധാ മന്ത്രമാണ്. ശാണ്ഡില്യ മഹർഷി വൃഷഭാനുവിന് ഈ രീതിയിൽ മന്ത്രം ഉപദേശിച്ചു കൊടുത്ത് ആ മന്ത്രം ദീർഘകാലം വൃഷഭാനു ജപിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരാശക്തിയായ ദേവി തന്നെ ശ്രീ രാധാദേവി തന്നെ പുത്രിയായി പിറന്നത്. നമുക്ക് കൃഷ്ണഭക്തി ഉണ്ടാകണമെങ്കിൽ രാധാദേവിയുടെ അനുഗ്രഹം കൂടി വേണം. രാധാപദബ്ജത്തിൽ നമസ്കരിച്ചു കെട്ടിപ്പിടിച്ചർത്ഥന ചെയ്തിടും ഞാൻ എനിക്കും അമ്മേ പശുപാല ബാലപ്രേമാമൃതം നൽകി അനുഗ്രഹിക്കൂ എന്ന് നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഭഗവാൻ തന്റെ സ്വധാമഗമനത്തിന് ശേഷം ദ്വാരകയെ സമുദ്രത്തിലഴ്ത്തി. അപ്പോഴും ബാക്കി വെച്ചിരിക്കുന്നത് വൃന്ദാവനമാണ്. വൃന്ദാവനമാണ് ഭഗവാന്റെ സ്ഥിരമായ ധാമം. മനുഷ്യജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും വൃന്ദാവനത്തിൽ പോകണം. വൃന്ദാവനത്തിൽ ചെന്ന് ആ കൃഷ്ണപ്രേമത്തിന്റെ ആനന്ദ ലഹരി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പൊതുവെ കേരളീയരെ കൃഷ്ണനെ സ്നേഹിക്കുക, കൃഷ്ണപ്രേമം നേടുക എന്നുള്ള കാര്യത്തിൽ വിമുഖരാണ്. നമുക്ക് ചടങ്ങുകളിൽ അധിഷ്ഠിതമായ ഒരു ഭക്തി അതാണ് നമുക്കുള്ളത്. ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ദൈവത്തെ അഥവാ കൃഷ്ണനെ ഭയപ്പെടുകയല്ല വേണ്ടത്, കൃഷ്ണനെ സ്നേഹിക്കാൻ നാം പഠിക്കുകയാണ് വേണ്ടത്. എന്റേതാണ് കൃഷ്ണൻ, ഈ ഉണ്ണികൃഷ്ണൻ എന്റേതാണ് എന്നുള്ള ബോധത്തോടുകൂടി ഹൃദയത്തിൽ കൃഷ്ണനെ സാക്ഷാത്കരിക്കാനാണ് നാം പരിശീലിക്കേണ്ടത്. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ആദ്യഘട്ടത്തിലുള്ള ബാലലീലകളാണ് നമ്മളിപ്പോൾ അനുസ്മരിച്ചത്.
ബാലലീലകൾ കേട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭക്തിയിലെ വാത്സല്യഭാവം ഉണ്ടാവും. പിന്നീട് വരുന്ന വൃന്ദാവന ലീലകൾ അതിലെ തത്വത്തിനനുസരിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഭക്തിയുടെ മാധുര്യഭാവത്തിലേക്ക് ഉയരാനായിട്ട് നമുക്ക് സാധിക്കും. മധുസൂദന സരസ്വതി മുതലായ ആചാര്യന്മാര് ഭക്തിക്ക് കുറെ ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതില് ശാന്തഭാവമുണ്ട്, ദാസ്യഭാവമുണ്ട്, സഖ്യഭാവമുണ്ട്, സഖ്യഭാവത്തിന് ഉപരിയായിട്ട് വാത്സല്യഭാവമുണ്ട്, വാത്സല്യഭാവത്തിനേക്കാൾ ഉപരിയായിട്ട് മാധുര്യഭാവമുണ്ട്. ശാന്തഭാവത്തിൽ നിന്ന് അടുത്തതായി ദാസ്യഭാവത്തിലേക്ക് ഉയരുന്നു, ദാസ്യഭാവത്തിൽ നിന്ന് സഖ്യഭാവത്തിലേക്ക് ഉയരുന്നു, സഖ്യഭാവത്തിൽ നിന്ന് വാത്സല്യഭാവത്തിലേക്ക് ഉയരുന്നു, അവിടെ നിന്ന് മാധുര്യഭാവത്തിലേക്ക് ഉയരുന്നു. മാധുര്യഭാവത്തിൽ എത്തുമ്പോൾ ഭക്തിയുടെ മറ്റ് 4 ഭാവങ്ങളും കൂടി അതിൽ ഉൾക്കൊള്ളുന്നു. മാധുര്യഭാവത്തിൽ മാത്രമല്ല, ഓരോ സ്റ്റെപ്പിലും അതിൻ്റെ പുറകിലുള്ള ഭാവം കൂടി ഉൾക്കൊള്ളുന്നു. അങ്ങനെ വാത്സല്യഭാവവും കഴിഞ്ഞ് മാധുര്യഭാവത്തിൽ എത്തുമ്പോഴാണ് പരിപൂർണതയാവുന്നത്. മാധുര്യഭാവത്തിന്റെ ഉദാഹരണം ഗോപികമാരാണ്. ഭാരതപുണ്യഭൂമിയില് ഈ മാധുര്യഭാവത്തെ സ്വാംശീകരിച്ച് പ്രചരിപ്പിച്ച ഒരുപാട് ആചാര്യന്മാരുണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭുവും അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരയുള്ള രൂപ സനാതന ഗോസ്വാമിമാരും, അതുപോലെ കൃഷ്ണദാസ കവി ഗോസ്വാമിയും, അതുപോലെ ഭക്തമീരയൊക്കെ ഈ മാധുര്യ ഭക്തിയുടെ ആൾക്കാരാണ്. നമുക്ക് വൃന്ദാവന ലീലയിലേക്ക് പ്രവേശിക്കാം. പ്രഭാതം തൊട്ട് പ്രദോഷം വരെ കാളിന്തി നദിയുടെ കരയിൽ മധുരമധുരമായ വേണുഗാനം ഒഴുക്കിക്കൊണ്ട് ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിച്ച് ഭഗവാൻ അങ്ങനെ സഞ്ചരിക്കുകയാണ്. കൂട്ടുകാരോടൊന്നിച്ച് പശുക്കുട്ടികളെ മേയിച്ചുകൊണ്ട് പാലിക്കാനായി ഭുവനമഖിലം ഭൂതലേ ജാതനായ കാലിക്കൂട്ടം കലിതകുതുകം കാത്ത കണ്ണന്നു ഭക്തിയ പീലിക്കോലും നടിമലരിൽ നീ കാഴ്ചയായി വെച്ചിടേണം മൗലിക്കെട്ടിൽ തിരുകുമതിനെ തീർച്ചയായി ഭക്തദാസൻ എന്ന് കവി പാടിയിട്ടുണ്ടല്ലോ. ഗോപാല സർവപാലക, ഗോപാലനാണ് ഭഗവാൻ, സർവപാലകനുമാണ്. വൃന്ദാവന ലീലയുടെ ആരംഭത്തില് അങ്ങനെ കാട്ടിലേക്ക് പോകുന്ന ആ രംഗങ്ങളൊക്കെ വളരെ വിപുലമായിട്ടാണ് വർണ്ണിക്കുന്നത്. കാട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് തീരുമാനിച്ച് കൂട്ടുകാരോടൊക്കെ തലേ ദിവസം തന്നെ പറഞ്ഞതിനനുസരിച്ച് എല്ലാവരും ഒന്നിച്ചങ്ങനെ ചോറും കറികളും ഒക്കെ തയ്യാറാക്കി അതുമൊക്കെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴാണ് ആ പാത്രങ്ങളും ഉറികളൊക്കെ ഒരു സ്ഥലത്ത് വെച്ച് കാട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അഘാസുരൻ വരുന്നത്. പെരുമ്പാമ്പിന്റെ രൂപത്തിൽ വന്ന അഘാസുരന് ഭഗവാൻ മോക്ഷം കൊടുത്തു. ഈ അഘ ശബ്ദത്തിന്റെ അർത്ഥം പാപം എന്നാണ്. പെരുമ്പാമ്പിന്റെ വായ്ക്കകത്ത് പെട്ട് അവിടെ നിന്ന് വളർന്ന് അതിന്റെ മൂർധാവ് പിളർന്ന് പുറത്തേക്ക് വന്ന് അവിടെ നിന്ന് ആ ഭഗവാനിലേക്ക് അഘാസുരന്റെ ആത്മാവ് ചെന്നു ചേരുന്നത് ദേവന്മാർക്ക് കാണാനിടയായി. സായുജ്യമുക്തിയാണ് ലഭിച്ചത്. അപ്പൊ പരീക്ഷിത്ത് ചോദിക്കുന്നുണ്ട്, ഈ കഥ പറയുമ്പോൾ ഇത്രയും പാപിയായ ഒരാളിന് എങ്ങനെയാണ് മോക്ഷം കിട്ടിയത് എന്ന്, അതും സായുജ്യമുക്തി തന്നെയാണല്ലോ കിട്ടിയത് എന്ന്. അപ്പോൾ ശിശുവ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഭഗവാന്റെ വിഗ്രഹത്തെ പൂജിച്ചാൽ തന്നെ മോക്ഷം ലഭിക്കും. അപ്പോൾ ഇവിടെ ഭഗവാന്റെ വിഗ്രഹത്തെ അല്ല, ഭഗവാനെ തന്നെ തന്റെ ശരീരത്തിൽ കുറച്ചു സമയം ഒതുക്കാനുള്ള ഭാഗ്യം അഘാസുരന് കിട്ടിയപ്പോൾ ആ അഘാസുരന് മോക്ഷം കിട്ടി എന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്ന്. വിഗ്രഹത്തിൽ ഭഗവാന്റെ ചൈതന്യം കുറച്ചു മാത്രമാണുള്ളത്. വിശേഷേണ ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം. ഇവിടെ പരിപൂർണനായ ഭഗവാനെ തന്നെ സ്പർശിക്കാനും തന്റെ ശരീരത്തിൽ കുറച്ചു സമയം തന്റെ വായ്ക്കുള്ളിൽ ഒതുക്കാനുമാണ്
അസുരന് സാധിച്ചത്. വിഗ്രഹങ്ങളിലുള്ള ഈശ്വര ചൈതന്യം ചൈതന്യമാണെങ്കിൽ പോലും അത് അല്പമാത്രമാണ്. നമുക്കറിയാം, വിഗ്രഹങ്ങൾ ചലിക്കുന്നില്ല. അതിനേക്കാൾ കൂടുതലായിട്ട് ഈശ്വര ചൈതന്യം ഉള്ളത് ജീവജാലങ്ങളിലാണ്, മനുഷ്യരിലും മറ്റ് ജീവജാലങ്ങളിലും. കൃഷ്ണഭക്തി നേടണം എന്ന് ആഗ്രഹിക്കുന്നവര് പ്രധാനമായിട്ട് വേണ്ടത് ജീവജാലങ്ങളെയെല്ലാം സ്നേഹിക്കാനായിട്ട് അവർക്ക് സാധിക്കണം. എല്ലാവരിലും ഈശ്വര ചൈതന്യം ഒരുപോലെ ഉണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാകണം. ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ബ്രഹ്മചാരിയായാലും ഗൃഹസ്ഥനായാലും വാനപ്രസ്ഥനായാലും സന്യാസിയായാലും പണ്ഡിതനായാലും പാമരനായാലും, ഇതൊന്നുമല്ല, മൃഗങ്ങളായാലും പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളിലും അവരിലുമെല്ലാം സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. പീലി തിരുമുടിയും ഓടക്കുഴലുമായി ശോഭിക്കുന്ന വൃന്ദാവന വിഹാരിയായ കൃഷ്ണനാണ്. കാണുന്ന വസ്തുക്കളിലൊക്കെയും നീ വാഴുന്നുവെന്നുള്ള മഹാരഹസ്യം ചേതസ്സിലോർത്തും സമദൃഷ്ടിയാർന്നും തീരേണമേ കൃഷ്ണ മദീയ ജന്മം. ആ ഒരു ഭാവത്തിലേക്ക് നമ്മളും എത്തിച്ചേരണം. ഈ കഥകളൊക്കെ കേൾക്കുന്ന അതിനു വേണ്ടിയാണ്. അങ്ങനെ അഘാസുരന് പരിപൂർണനായ ഭഗവാനെ തന്നെ സ്പർശിക്കാൻ സാധിച്ചതുകൊണ്ടാണ് അഘാസുരന് മോക്ഷം കിട്ടിയത്. അഘാസുരന് മോക്ഷം കൊടുത്ത് പിന്നെ കാട്ടിൽ കുറച്ച് സമയം കൂടി സഞ്ചരിച്ച് പിന്നീട് ഭഗവാന്റെ വനാശനമാണ്. വളരെ ഗംഭീരമായിട്ടാണ് ഭാഗവതത്തിൽ ആ രംഗം വർണ്ണിക്കുന്നത്. കൂട്ടുകാരോടൊന്നിച്ച് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന രംഗം. അതിനിടയിലാണ് ബ്രഹ്മദേവൻ പശുക്കുട്ടികളെയൊക്കെ അപഹരിച്ചതും പിന്നീട് ഗോപാലബാലന്മാരെ അപഹരിച്ചതും. ഭഗവാൻ കാര്യം മനസ്സിലാക്കിയപ്പോൾ സർവം വിധികൃതം, ഇതൊക്കെ ബ്രഹ്മാവിന്റെ സൂത്രമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടുന്ന് തന്റെ ചൈതന്യത്തിൽ നിന്ന് തന്നെ അനേകായിരം ഗോപാലബാലന്മാരെയും പശുക്കുട്ടികളെയൊക്കെ സൃഷ്ടിച്ചു. വാസ്തവത്തിൽ സൃഷ്ടിച്ചു എന്നല്ല പറയേണ്ടത്, ഭഗവാൻ പശുക്കുട്ടികളും ഗോപാലബാലന്മാരുമായി മാറി. താനാകുന്ന പശുക്കുട്ടികളും താനാകുന്ന ഗോപാലബാലന്മാരുമായി പരിപൂർണതമനായ ഭഗവാൻ വൃന്ദാവനത്തിലെങ്ങനെ വിഹരിച്ചു. 1 വർഷം അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ബ്രഹ്മദേവൻ വന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ഉണ്ണികളും ഈ പശുക്കുട്ടികളുമാണോ ശരിയായിട്ടുള്ള ഗോപാലബാലന്മാരും പശുക്കുട്ടികളും, അതോ താൻ ഒളിപ്പിച്ചു വെച്ചതാണോ എന്നറിയാതെ ബ്രഹ്മദേവൻ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ താനാകുന്ന പശുക്കുട്ടികളെയും ഗോപാലബാലന്മാരെയും ഒക്കെ വൈകുണ്ഠ സ്വരൂപികളായിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ബ്രഹ്മദേവന് യഥാർത്ഥ തത്വം മനസ്സിലാക്കി ഭഗവാനെ എതിർക്കാൻ അല്ലെങ്കിൽ ഭഗവാനെ പരീക്ഷിക്കാനായിട്ട് വന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹംസവാഹനത്തിൽ നിന്ന് ബ്രഹ്മദേവൻ തലകറങ്ങി താഴോട്ട് വീഴും എന്നുള്ളൊരവസ്ഥയായി കഴിഞ്ഞപ്പോൾ ഭഗവാൻ തന്റെ വിഭൂതികളെല്ലാം മറച്ച് ഒരേ ഒരു ഉണ്ണിയായി മാറി. എല്ലാം തന്നിലേക്ക് ഒതുക്കി അവിടുന്ന്. അപ്പോഴാണ് ബ്രഹ്മദേവൻ താഴെ ഇറങ്ങി വന്ന് ഭഗവാന്റെ പാദാരവിന്ദത്തിൽ നമസ്കരിച്ചിട്ട് സ്തുതിക്കുന്നത്. ദശമസ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായത്തിലെ ആ സ്തുതി അതിവിപുലമായ അതിമധുരമായ സ്തുതിയാണ്. നൗമീഡ്യതേ ഭ്രവപുഷേ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന സ്തുതി. അവിടെ പറയുന്നത്, തുടക്കത്തിൽ തന്നെ പറയുന്നത്, പശുപ അംഗജായ, പശുപന്റെ അംഗത്തിൽ നിന്ന് ജനിച്ചവനായ കൃഷ്ണനെയാണ് സ്തുതിക്കുന്നത്. പശുപൻ അവിടെ നന്ദഗോപരാണ്. നന്ദഗോപരുടെ പുത്രനാണ് കൃഷ്ണൻ എന്ന്. വസുദേവരുടെ പുത്രനാണ്, അതുപോലെ തന്നെ നന്ദഗോപരുടെ പുത്രനുമാണ്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള
ഒരു മന്ത്രമാണ് ഭാഗവത്തിലെ. അവിടെ നന്ദഗോപ കുമാരായ എന്നേ പറയുന്നുള്ളൂ, യശോദാനന്ദനായ എന്ന് പറയുന്നില്ല. പക്ഷേ കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച, വ്യാഖ്യാതാക്കൾ പറയുന്ന ച എന്നതിന്റെ അർത്ഥം രണ്ട് ദേവകിമാരുടെയും പുത്രൻ എന്നാണ്. ഒരു ദേവകി ശരിയായ ദേവകി, മറ്റേ ദേവകി യശോദാദേവി. യശോദാദേവിക്ക് ദേവകി എന്നുകൂടി പേരുണ്ട് എന്ന് മറ്റു പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ദേവകി ജഠരഭൂരുടുരാജ എന്ന ഗോപികമാര് കൃഷ്ണൻ ദേവകീപുത്രനാണ് എന്ന് പ്രഖ്യാതമാകുന്നതിന് മുമ്പ് തന്നെ പറയുന്നുമുണ്ട്. ഭാഗവതത്തിന്റെ പ്രസിദ്ധങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ മധുരാപുരിയിൽ അവതരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഒരു ചൈതന്യം നന്ദഗോകുലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന്. അല്പം ക്ലിഷ്ടമായ രീതിയിലാണ് അവതാര ശ്ലോകം. നിശീഥേ തമവുദ്ഭൂതേ ജായമാനേ ജനാർദ്ദനെ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത് എന്ന്. വിഷ്ണു അവിടെ അവതരിച്ചു എന്ന്. ജനാർദ്ദനൻ ജനിക്കുന്ന സന്ദർഭത്തിൽ സർവഗുഹാശയനായ വിഷ്ണു ദേവകിയിൽ അവതരിച്ചു എന്ന്. അല്പം ക്ലിഷ്ടമായ രീതിയിലാണ്. അതിന്റെ ശരിയായുള്ള അർത്ഥം സജ്ജനങ്ങൾ പറയുന്നത്, മധുരാപുരിയിൽ ചതുർഭുജനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട അതേ സന്ദർഭത്തിൽ തന്നെ അവിടുന്ന് ദ്വിഭുജനായി നന്ദഗോകുലത്തിലും അവതരിച്ചു എന്ന്. അതുകൊണ്ടാണ് ഇവിടെ പശുപ അങ്കജായ എന്ന് ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദ്വിഭുജനായ ആ കൃഷ്ണനിലാണ് ചതുർഭുജനായ ഭഗവാനെ അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചപ്പോൾ ആ ചതുർഭുജ ചൈതന്യം ദ്വിഭുജനായ ഭഗവാന്റെ ചൈതന്യത്തിലാണ് വിലയം പ്രാപിച്ചത്. അതുകൊണ്ട് കൃഷ്ണൻ ദേവകീപുത്രനുമാണ്, യശോദാപുത്രനുമാണ്. നമുക്കറിയാം, ദേവിയെ പത്മനാഭ സഹോദരി എന്ന് പറയാറുണ്ടല്ലോ. ദേവി പത്മനാഭന്റെ സഹോദരിയാണ് എന്ന് മറ്റ് പുരാണങ്ങളിൽ എവിടെയും പറയുന്നില്ല, ഭാഗവതത്തിലും വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെയാണ് വ്യാഖ്യാനം എന്നതുകൊണ്ടാണ് ദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരിയായി തീരുന്നത്. ബ്രഹ്മദേവൻ വളരെ വിസ്തരിച്ച് സ്തുതിച്ചു ഭഗവാനെ. ആ സ്തുതിയിൽ പ്രധാനമായിട്ട് പറയുന്നത്, ജ്ഞാനത്തിനേക്കാൾ ഉപരിയാണ് ഭക്തി എന്നാണ്. കൃഷ്ണനെ ലഭിക്കാൻ ഭക്തിയാണ് വേണ്ടത്. ആരാധ്യയായി നീ രാധേ മഹർഷിമാരാഞ്ഞു നേടാത്ത നീലരത്നം ശ്രീമതി നിൻ കൈകൾ തേടി വന്നീലയോ പ്രേമം മഹത്തരം ജ്ഞാനത്തേക്കാൾ. ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് പതിര് കുത്തുന്നത് പോലെയാണ് എന്നുകൂടി പറഞ്ഞു ബ്രഹ്മദേവൻ. നെല്ല് കുത്തിയെങ്കിലേ അരി ലഭിക്കുകയുള്ളൂ. വാസ്തവത്തില് അമിതമായ ജ്ഞാനാസക്തി നമ്മളെ പ്രേമത്തിൽ നിന്ന് അകറ്റും. ജ്ഞാനായി വാദിയത്നം മുനിരഭവദതേ എന്ന് പറയുന്നുണ്ട്. അധികമായ ജ്ഞാനാസക്തി ശരിയല്ല എന്ന്. ഭാരതം മുഴുവൻ ശ്രീകൃഷ്ണ പ്രേമം ഉദ്ഘോഷിച്ച ലീലാശുകനായ വില്വമംഗലം സ്വാമിയാര് പറഞ്ഞ എന്താണ്? വരമിമമുപദേശമദ്രിയത്വം നിഗമവനേഷു നിതാന്തചാരഖിന്ന വിജുനുത ഭവനേഷു വല്ലവീനാം ഉപനിഷദർത്ഥം ഉലൂഖലേ നിബദ്ധം. ലളിതമായിട്ട് പറഞ്ഞാൽ, എമ്പാടും സംഭ്രമത്തോടൊരു കയർമുറിയോടോടും അമ്മയ്ക്കും അമ്മട്ടൻ പോലും നാരദാദിത്രിദശ മുനി മനസ്സിനുമജ്ഞാതമായി അമ്പോമായം കളിക്കും കപടനര ഭവാനെപ്പടിക്കുൾപ്പെടും പാഴമ്പാടി പെൺകിടങ്ങൾ കുടയ
ചടുലമം നേത്രജാലാന്തരത്തിൽ. മഹാത്മാക്കളും പണ്ഡിതന്മാരും ഒക്കെ ആയ വേദാംഗ പാരംഗതന്മാരായ മഹാമുനികൾക്ക്, മഹർഷിമാർക്ക് കിട്ടാത്ത ഭാഗ്യമാണ് ഗോപികമാർക്ക് സാധിച്ചത്. അതാണ് ഇവിടെ ബ്രഹ്മദേവൻ പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. നമ്മളും ആ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും പ്രേമം ഉണ്ടാകണമേ, കൃഷ്ണപ്രേമം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കണം. കൃഷ്ണപ്രേമത്തിന് വാസ്തവത്തിൽ 2 ശത്രുക്കളാണ് ജ്ഞാനവും കർമ്മവും. കർമ്മത്തിലുള്ള അത്യാസക്തിയും ശരിയല്ല. അതായത് നമ്മള് കർമ്മത്തിലുള്ള അത്യാസക്തി ഉണ്ടായി കർമ്മഠന്മാരായിട്ട് പല കാര്യങ്ങളും പറയാറില്ലേ. ഭാഗവതം ഇന്നയാളിനെ വായിക്കാവൂ, ഇന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കേ വായിക്കാവൂ, തച്ചുടുത്തിട്ടേ ഭാഗവതം വായിക്കാവൂ, ഉത്തരിയെ ഇട്ടിട്ടേ ഭാഗവതം വായിക്കാവൂ, പൂണൂലുള്ളവർക്കേ ഭാഗവതം വായിക്കാവൂ, സ്ത്രീകൾക്ക് വായിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും അപൂർവമായിട്ടെങ്കിലും ഉണ്ടല്ലോ. അതുപോലെ 12 പേരിരുന്ന് ഭാഗവതം വായിക്കണം, വട്ടത്തിലിരുന്ന് വായിക്കണം, ചതുരത്തിൽ ഭാഗവതം വായിക്കണം. അങ്ങനെയൊന്നുമില്ല. കൃഷ്ണപ്രേമമാണ് വേണ്ടത്. കർമ്മത്തിലുള്ള അത്യാസക്തിയും നമ്മൾ ഒഴിവാക്കണം, ജ്ഞാനത്തിലുള്ള അത്യാസക്തിയും ഒഴിവാക്കണം. വാസ്തവത്തിൽ ജ്ഞാനം കൂടുമ്പോൾ നമുക്ക് അഹങ്കാരം വർദ്ധിക്കുകയാണ് ചെയ്യുക. ഞാനെന്ന ഭാവത്തെ വെടിഞ്ഞു കർമ്മജ്ഞാനങ്ങളിൽ പോലുമൊര ഇച്ഛയെന്നെ ആനന്ദദം ഭക്തിയിൽ മുങ്ങി നീന്തിത്തീരേണമേ കൃഷ്ണ മദീയ ജന്മം. ഈ വൃന്ദാവനത്തില് കൃഷ്ണന്റെ കൂടെ നടക്കുന്ന ഗോപാലബാലന്മാരിൽ ഒരാളാകാൻ എനിക്ക് സാധിക്കണമേ എന്നാണ് ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കുന്നത്. ഭാഗവത്തിലെ അതിവിശിഷ്ടങ്ങളായ ശ്ലോകങ്ങളിൽ ഒന്നാണ് ദശമസ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായത്തിലെ 32-ാമത്തെ ശ്ലോകം. അഹോഭാഗ്യമഹോഭാഗ്യം നന്ദഗോപൗരജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണം ബ്രഹ്മസനാതനം. പരിപൂർണ ബ്രഹ്മം കൃഷ്ണനാണ്. നിംബാർക്ക ദർശനവും അചിന്ത്യ ഭേദാഭേദ ദർശനമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ബ്രഹ്മത്തിന്റെ, നിരാകാര ബ്രഹ്മത്തിന്റെ സാകാരഭാവമാകുമ്പോഴുണ്ടാകുന്ന അനേകം രൂപങ്ങളിൽ ഒരു രൂപം മാത്രമാണ് കൃഷ്ണൻ എന്നുള്ള ചിന്താഗതി തെറ്റാണ്. നിരാകാര ബ്രഹ്മം സാകാരമാകുമ്പോൾ അതിന്റെ ശരിയായ രൂപം കൃഷ്ണസ്വരൂപമാണ്. അതുകൊണ്ടായില്ല, കുറച്ചുകൂടി ഉപരിയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രകാശമാണ് ബ്രഹ്മം. ബ്രഹ്മം വരെ എത്തി നിൽക്കുമ്പോൾ നമുക്കതിനപ്പുറത്തുള്ള കൃഷ്ണന്റെ ദിവ്യമായ ഭാവം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പ്രേമാഞ്ജനച്ഛുരിത ഭക്തി വിലോചനേന സന്തസദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരം അചിന്ത്യ ഗുണപ്രഭാവം ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി എന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നു. ഭാഗവതത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ധ്രുവസ്തുതിയിലെ സാ ബ്രഹ്മണി സ്വമഹിമന്യഭി എന്ന്. അതായത് ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രകാശമാണ് എന്ന്. ശ്രീകൃഷ്ണ ലീലാമൃതത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് സാന്ദ്രാനന്ദചിതാത്മക സ്വനിലയേ ഗോലോക വൃന്ദാവനേ പൂർണ്ണ പ്രേമമയസ്തഥാജ ഭുവനേഷ്വംശേന യോ ഭാസതേ യത്തത്വം ശ്രുതിവാഗതീതമൃതം ബ്രഹ്മാപി യസ്യ പ്രഭാ പ്രത്യക്ഷീഭവദാത് കളായ സുഷമ സോയം ജഗന്മംഗള. കളായ സുഷമനും ജഗന്മംഗളനുമായി ഗോലോകത്തിൽ വിളങ്ങുന്ന ആ കൃഷ്ണന്റെ പ്രകാശമാണ് ബ്രഹ്മം എന്ന്. അതാണ് ഇവിടെയും അഹോഭാഗ്യമഹോഭാഗ്യം നന്ദഗോപൗരജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണം ബ്രഹ്മസനാതനം എന്ന് പറഞ്ഞ്
ആ പരിപൂർണ ബ്രഹ്മം കൃഷ്ണനാണ്. ഈ കൃഷ്ണനെ സാക്ഷാത്കരിക്കാനുള്ള ഭാഗ്യം വൃന്ദാവനത്തിലെ ഗോപന്മാർക്കാണ് ഉണ്ടാകുന്നത്. അവരുടെ കൂട്ടത്തിൽ ഒരു ഗോപാലപാലനായി സഞ്ചരിക്കാൻ അടിയന് സാധിക്കണമേ എന്ന് ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചു. ഇനി അതിനുള്ള സുഹൃതമൊന്നും തനിക്കില്ല എന്ന് ബ്രഹ്മദേവൻ അറിയാൻ നന്നായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പശുക്കുട്ടിയായി ഭഗവാന്റെ കൂടെ സഞ്ചരിക്കാൻ സാധിച്ചാലും മതി എന്ന്. മയ്യഞ്ചും തിരുമേനി ചെന്നു തടവും നക്കും പദാബ്ജങ്ങൾ തൻ പയ്യാറ്റും ബദയാമുനോദകവുമാ വൃന്ദാവന പുൽകളും നീയോതും മുരളീസ്വനം നുകരുമെന്നായർക്കിടാവേ വെറും പയ്യായാൽ മതിയായിരുന്നു തിരുവമ്പാടിക്കകത്തന്നു ഞാൻ. ഇനി പശുക്കുട്ടിയാകാനുള്ള സുഹൃതവും തനിക്ക് കഷ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ വൃന്ദാവനത്തിൽ ഒരു പുൽക്കൊടിയായാൽ മതി. മുല്ലാസ്ത്രൻ പണിയുന്ന നിന്റെ തിരുമൈ കാണാം, വിഷാദങ്ങളെ പുല്ലാക്കും പദരേണു മൗലിയിലണിഞ്ഞാനന്ദവും നേടിടാം. ജന്മാന്തം തവ ഗോഗണത്തിനു നിവേദിക്കാം ശരീരം, വെറും പുല്ലായാൽ മതിയായിരുന്നു യമുനാതീരത്തിലെ കാട്ടിൽ ഞാൻ. വൃന്ദാവനത്തിൽ ഒരു പുൽക്കൊടിയായി പറക്കാൻ സാധിക്കണമെങ്കിൽ തന്നെ ഭാഗ്യം വേണം. എന്തിനധികം വൃന്ദാവനത്തിൽ ഒരു പ്രാവശ്യം പോകാൻ സാധിക്കണമെങ്കിൽ അതിനുപോലും സുഹൃതം വേണം. ജനങ്ങൾ അവരുടെ പാപക്കറകൾ കഴുകിക്കളയട്ടെ. രാധാദേവിയുടെ പാദസ്പർശം കൊണ്ട് ധന്യമായ വൃന്ദാവനത്തിലെത്തിയിട്ട് എന്റെ തിരുനാമം ജപിച്ച് അവരാനന്ദമഗ്നരായി തീരട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ്, അങ്ങനെ ചിന്തിച്ചിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തെ സമുദ്രത്തിൽ താഴ്ത്താതെ അവിടെ നിർത്തിയിരിക്കുന്നത്. ഇന്നും ഒരിക്കലെങ്കിലും ആ വൃന്ദാവനത്തിൽ പോയി അവിടുത്തെ ആ മണൽത്തരികളിൽ വീണുരുളാൻ, യമുനാ നദിയുടെ കരയിലെ മണൽത്തരികളിൽ വീണുരുളാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നവരുടെ ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതാണ് അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപൗരജൗകസാം എന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം എന്ന് പറഞ്ഞ് വൃന്ദാവനത്തിൽ ഒരിക്കലെങ്കിലും പോകാൻ സാധിച്ചവരൊന്ന് കൈപോക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. കുറെ പേര് പോയിട്ടുണ്ട്. നമുക്ക് അറിയാം, നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളൊക്കെ വളരെ ഗംഭീരമാണ്, ഒരിക്കലും മോശമല്ല. ഗുരുവായൂരിലെ പരിപൂർണനായിട്ട് കൃഷ്ണൻ വിളങ്ങുന്നു, അമ്പലപ്പുഴയിലും കൃഷ്ണൻ പരിപൂർണനായി വിളങ്ങുന്നു. അതുപോലെ തൃച്ചംബരത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ വിളങ്ങുന്നു, ശ്രീവല്ലഭനായി തിരുവല്ലായില് ശ്രീകൃഷ്ണ ഭഗവാൻ വിളങ്ങുന്നു, ആറന്മുളയിലും കൃഷ്ണൻ പരിപൂർണനായി വിളങ്ങുന്നു. എല്ലായിടവും ഉണ്ട്. എങ്കിലും ഇതൊക്കെ ക്ഷേത്രങ്ങളാണ്. വൃന്ദാവനം അങ്ങനെയല്ല. രാധാദേവിയും കൃഷ്ണനും തുള്ളിച്ചാടി നടന്ന പുണ്യഭൂമിയാണ്. അവിടുത്തെ ഓരോ മണൽത്തരികൾക്കും കൃഷ്ണന്റെ സ്പർശമുണ്ട്, രാധാദേവിയുടെ സ്പർശമുണ്ട്. ആ മണൽത്തരികളിൽ വീണ് ഉരുണ്ടുകൊണ്ടാണ് ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചത്, എനിക്ക് ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കണമേ, കൃഷ്ണനെ ഹൃദയത്തിൽ കാണാൻ സാധിക്കണമേ, പീലിത്തിരുമുടിയും ഓടക്കുഴലുമായി വിളങ്ങുന്ന ഈ ദിവ്യ ചൈതന്യത്തെ ഹൃദയത്തിൽ ആവാഹിക്കാൻ സാധിക്കണമേ എന്ന്. പിന്നെ നമസ്കരിച്ച് സ്തുതിച്ചിട്ട് പശുക്കുട്ടികളെയും ഗോപാലപാലന്മാരെയും കൊടുത്തു. അവരെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് ഗോകുലത്തിലേക്ക് പോവുകയും ചെയ്തു. ബ്രഹ്മദേവൻ ഭഗവാന്റെ അനുജ്ഞ സ്വീകരിച്ച് അവിടെ നിന്ന് സ്വധാമത്തിലേക്ക് പോവുകയും ചെയ്തു. ഈ 3 അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യസ്വാമികളെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥമാണ് പ്രബോധ സുധാകരം. ആചാര്യസ്വാമികളുടെ ഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് പ്രബോധ സുധാകരം. പക്ഷെ അതിനും പ്രചരണം കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം പേര് പ്രബോധ സുധാകരം വായിച്ചവരുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പ്രബോധ സുധാകരം എഴുതാൻ ആചാര്യസ്വാമികൾ എഴുതാൻ കാരണം ഭാഗവതത്തിലെ ഈ 3 അധ്യായങ്ങളാണ് എന്ന് നമുക്കത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും.
കൃഷ്ണമേനം അവേഹിത്വം ആത്മാനം അഖിലാത്മനാം ജഗദ്ധിതായ സോപ്യത്ര ദേഹി വാഭാതി മായ എന്നതാണ് ഈ 3 അധ്യായത്തിന്റെ സന്ദേശം. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ കൃഷ്ണനാണ്. അഖിലാത്മനാം, എല്ലാ ആത്മാക്കളുടെയും ആത്മാവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃഷ്ണനെയാണ്. ദേഹങ്ങളിൽ ദേഹിയായി വിളങ്ങുന്നത് കൃഷ്ണനാണ്. സനാതനമായി സ്ഥിതി ചെയ്യുന്ന തത്വം കൃഷ്ണനാണ്. ജീർണവസ്ത്രങ്ങളായ നമ്മുടെ ശരീരങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചു കഴിയുമ്പോൾ വേറൊരു ശരീരം സ്വീകരിക്കുന്നു. അപ്പോഴും എന്നും നിലനിൽക്കുന്നതായി ശോഭിക്കുന്നത് ഈ കൃഷ്ണ ചൈതന്യത്തിന്റെ അംശമായ നമ്മുടെ ആത്മാവാണ്. നമുക്ക് പാടാൻ സാധിക്കുന്നത്, നമുക്ക് ജപിക്കാൻ സാധിക്കുന്നത്, നമുക്ക് നാമം ജപിക്കാൻ സാധിക്കുന്നത്, നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്, നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ടാണ്. അർജുനന് അവസാനം സന്താനഗോപാലത്തിന്റെ അവസാന ഭാഗമാവുമ്പോൾ ആ ഒരു കാര്യം മനസ്സിലായി. എൽക്കിഞ്ചിൽ പൗരുഷം പുംസാം മേനെ കൃഷ്ണാനുകമ്പിതം എന്ന്, എല്ലാം കൃഷ്ണനാണ് എന്ന് മനസ്സിലായി. ആ ഒരു ഭാവം നമുക്കും ഉണ്ടാക്കി തരാനാണ് വൃന്ദാവന ലീലകള് ഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പരീക്ഷിത്തിനെ അത് പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് കൃഷ്ണനെ തന്നെ ഉപാസിക്കൂ എന്ന് ഉപദേശിച്ചു. നമ്മൾ മറ്റു ദേവന്മാരെ ഉപാസിക്കുമ്പോൾ വാസ്തവത്തിൽ കൃഷ്ണനെയാണ് നമ്മൾ ഉപാസിക്കുന്നത്, കൃഷ്ണന്റെ അംശങ്ങളായ ദേവന്മാരെ. പക്ഷേ ഭഗവത്ഗീതയിൽ പറയുന്നു യജന്തി അവിധി പൂർവകം എന്ന്. അത് അവിധിപൂർവകമാണ് എന്ന്. നേരായ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ നേരിട്ട് കൃഷ്ണനെ ഭജിക്കുക എന്ന്. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത ഭജന്തി അനന്യമനസാ ജ്ഞാത്വാ ഭൂതാദി അവ്യയം. പ്രപഞ്ചത്തിന്റെ ആദികാരണമായ ഈശ്വരൻ കൃഷ്ണനാണെന്ന് മനസ്സിലാക്കിയിട്ട് ആരാധിക്കുന്നവരാണ് മഹാത്മാക്കള് എന്ന്. അതിപ്പോ ആർക്കും ആകാം, ഇന്നയാളിനെ ആകാവൂ എന്നില്ല. മാംഹി പാർത്ഥവ്യപാശ്രിത്യ ഏബിസ്യു പാപയോനയാ സ്ത്രീയോ വൈശ്യാസ്തഥാ ശൂദ്രാസ്തേബി അന്തി പരാംഗതിയും. ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരുന്നില്ല, എല്ലാവരും ഈ കൃഷ്ണനെ ഭജിക്കുക. കൃഷ്ണനെ ഭജിക്കുന്നവര് സുകൃതികളാണ്. അല്ലാതെ മറ്റ് ദേവന്മാരെ എത്രയോ നാൾ ഉപാസിച്ച് കുറെ കാലം ക്ലേശിച്ച് പുണ്യം നേടിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാകുന്നുള്ളൂ. ജന്മാന്തര സഹസ്രേഷു തപോദാനം വ്രതാദിഭി നരാണാം ക്ഷീണപാപാനാം കൃഷ്ണേ ഭക്തി പ്രജായതേ. ഒരുപാട് ജന്മങ്ങളിൽ തപസ് ചെയ്തും മനസ്സിനെ ശുദ്ധീകരിച്ചും, തപസ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ ചെന്ന് മൂക്ക് പിടിച്ച് തപസ് ചെയ്യുക എന്നുള്ളതല്ല, വാക്കിനെയും മനസ്സിനെയും പ്രവൃത്തിയെയും ശുദ്ധീകരിച്ച് പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് പുണ്യമന്ത്രങ്ങൾ ജപിച്ച് പുണ്യദേശങ്ങളിൽ സഞ്ചരിച്ച് ദീർഘകാലം ഏകാദശ്യാദികളായ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് അവർക്ക് കൃഷ്ണഭക്തി ഉണ്ടാകുന്നത്. എത്രമാത്രം സുഹൃതമുള്ളവരാണ് കൃഷ്ണഭക്തിയുള്ളവര് എന്ന് ചിന്തിക്കുക. അപ്പൊ നമ്മൾ ഭാഗവതം കേൾക്കുമ്പോൾ, ഭാഗവതം പഠിക്കുമ്പോൾ കൃഷ്ണനോടടുക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം. ശ്രമിച്ചെങ്കിലേ നമുക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. കൃഷ്ണനിൽ മനസ്സ് സമർപ്പിക്കാൻ എന്നെ സഹായിക്കണമേ ഭഗവാനേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം. പിന്നെ വൃന്ദാവനത്തിലെ മറ്റ് പല ലീലകളും അങ്ങനെ വർണ്ണിക്കുകയാണ്. ഭഗവാൻ അല്പം കൂടി പ്രായമായി കഴിഞ്ഞപ്പോൾ പശുക്കുട്ടികളെ മേയ്ക്കുക എന്നുള്ള ലീലയോടനുബന്ധിച്ച് പശുക്കളെ മേയ്ക്കാനും ആരംഭിച്ചു. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ശ്രീതാമാവ് എന്ന കൂട്ടുകാരൻ പറഞ്ഞതിനനുസരിച്ച് ധേനുകാസുരന്റെ ആ കാട്ടിൽ എത്തിച്ചേരുന്നൊക്കെ. അവിടെ വെച്ച് പനമ്പഴങ്ങളൊക്കെ ഇറക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പനകളൊക്കെ കുലുക്കുന്നത്
ബലഭദ്രസ്വാമിയാണ്. ഉത്താല താലഭയത്ത. പനമ്പഴങ്ങൾ ധാരാളമായിട്ട് വീണു. അതൊക്കെ പെറുക്കിയെടുത്തു ഉണ്ണികൾ. അതൊക്കെ കഴിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ ധേനുകാസുരനെ എതിർക്കാൻ വന്നു. കഴുതയുടെ രൂപത്തിലുള്ള അസുരനെ നിഗ്രഹിച്ചു. അതോടൊപ്പം കൂട്ടുകാരായിട്ട് വന്ന കുറെ അസുരന്മാര്, അവരെയൊക്കെ നിഗ്രഹിച്ചു. അപ്പോൾ ആ പനമ്പഴങ്ങളൊക്കെ കിട്ടി. അതൊക്കെ ധാരാളമായി കഴിച്ച് കുട്ടികള് ഗൃഹത്തില് വന്നെത്തിച്ചേർന്നു. ഓരോ ദിവസവും അതാ ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ണികളെ ഗൃഹത്തിൽ വന്ന് പറയാറുണ്ടായിരുന്നു. അന്നും ഈ അസുരന്റെ കാര്യം പറഞ്ഞപ്പോൾ രോഹിണി ദേവിക്ക് ഒരല്പം ഭയമായി എന്നൊക്കെയാണ് പറയാറുള്ളത്. കാട്ടിൽ പനങ്കൈക്കൊരു ദൈത്യേനോടന്നേട്ടൻ വഴക്കിട്ടതു വന്നു ചൊൽകെ കേട്ടമ്മ പേടിച്ചിനിമേലിലേവം കാട്ടൊല്ലയെന്നോതിയതോർമ്മയുണ്ടോ. അതുകൊണ്ട് പിറ്റേ ദിവസം ബലരാമനെ പോകാൻ അനുവദിച്ചില്ല എന്നാണ് പറയാറുള്ളത്. ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ. ആ കീർത്തനത്തിന്റെ പ്രസിദ്ധി കൊണ്ട് ആ രീതിയിലുള്ള കീർത്തനങ്ങൾക്കെല്ലാം, കീർത്തനങ്ങളല്ല മറ്റ് കവിതകൾക്കും ഒക്കെ ഓമനക്കുട്ടൻ രീതി എന്നാണ് പറയാറ്. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കൃഷ്ണൻ വൃന്ദാവനത്തിലെ കൂട്ടുകാരോടൊന്നിച്ച് സഞ്ചരിച്ച അന്ന് ബലരാമൻ കൂടെ പോയിട്ടില്ലായിരുന്നു. അന്നാണ് കാളിയമർദ്ദനം നടക്കുന്നത്. കാളിയൻ എന്തിനാണ് അവിടെ വന്നത്, എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് വിസ്തരിച്ച് ഭാഗവതത്തില്. ഗരുഡനെ ഭയന്നിട്ടാണ് അവിടെ വരുന്നത്. സർപ്പങ്ങള് ഗരുഡനെ ബലി കൊടുക്കാൻ, ഊഴം വെച്ച് ബലി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ കാളിയൻ തന്റെ ഊഴം വന്നപ്പോൾ ബലി തയ്യാറാക്കി താൻ തന്നെ ഭക്ഷിച്ചു. അപ്പോൾ സുവർണപക്ഷാഭിഹത, ക്രോധതാമ്രാക്ഷനായി വന്നെത്തിയ ഗരുഡൻ അതികഠിനമായ രീതിയിൽ അടിച്ചപ്പോൾ ആ അടിയേറ്റിട്ട് ഓടി കാളിയൻ. കാളിയൻ ഇവിടെ വന്ന് താമസം തുടങ്ങി. ഇവിടെയാണെങ്കിൽ ഗരുഡൻ വരില്ല, സൗഭരി മഹർഷിയുടെ ശാപമുള്ളതുകൊണ്ട്. നവമസ്കന്ധത്തില് സൗഭരിയുടെ കഥ വർണ്ണിക്കുന്നുണ്ട് ഭാഗവതത്തില്. ഏതായാലും ഇവിടെ സുഖമായിട്ട് അങ്ങനെ കഴിയാമെന്നുള്ള നിലയില് കാളിയൻ ഇവിടെ വന്ന് കൂടിയപ്പോൾ, സകുടുംബം വന്നെത്തിയപ്പോൾ കാളിയന്റെ വിഷജ്വാലകളേറ്റ് അവിടെ തീരവാസികൾക്ക് പോലും കഴിയാൻ പറ്റാതെയായി. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ പോലും ചിറക് കരിഞ്ഞ് താഴെ വീഴും എന്നുള്ളൊരവസ്ഥയായി കഴിഞ്ഞു. സമീപത്തുള്ള വൃക്ഷങ്ങളെല്ലാം കരിഞ്ഞുപോയി. ഒരു വൃക്ഷം മാത്രം ബാക്കിയായി. ഭഗവാന് അതിന്റെ മുകളിൽ കയറി നിൽക്കുന്നതിന് വേണ്ടി ആ വൃക്ഷം തന്നെ ബാക്കിയായത് ഗരുഡൻ ആകാശത്തിലൂടെ അമൃത് കൊണ്ടുപോകുമ്പോൾ ഒരു തുള്ളി താഴെ വീണതുകൊണ്ടാണ്. ഭഗവാന്റെ പാദസ്പർശമേറ്റ ആ വൃക്ഷവും ഭഗവാന്റെ പാദസ്പർശത്തിന്റെ ആ ചിഹ്നവും ഇന്നും വൃന്ദാവനത്തിൽ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും. 5000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവം ഇന്നും കാണാൻ പറ്റും. ഞങ്ങൾ കണ്ടിട്ടാണ് പറയുന്നത്, വെറുതെ പറയുന്നതല്ല. ദീർഘകാലം വൃന്ദാവനത്തിൽ താമസവും പോയും വന്നും ഒക്കെ കണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. ഗരുഡൻ അമൃത് കൊണ്ടുവന്ന അതിന്റെ മുകളിൽ വെച്ചതായിട്ടുള്ള ആ ഒരു ഭാവം തന്നെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നിപ്പോ അത് കാളിന്തിയിൽ നിന്ന് കുറച്ച് അകലെയാണ്. പല കാലങ്ങളായിട്ടുണ്ടായ ഭൂമിയിലുണ്ടായ വ്യത്യാസങ്ങൾ കൊണ്ടുമൊക്കെ ആയിട്ട്. അപ്പൊ അന്ന് അവിടെ എത്തിയപ്പോൾ കാളിയന്റെ വിഷജ്വാലകളേറ്റ വെള്ളം കുടിച്ചപ്പോൾ പശുക്കുട്ടികളും പശുക്കളും ഗോപാൽബാൽമാരും ഒക്കെ മരിച്ചു വീണപ്പോൾ ഭഗവാൻ തന്റെ കടാക്ഷമർപ്പിച്ച് അവരെ ജീവിപ്പിച്ചു. അവര് കൃതജ്ഞതയോടുകൂടി ഭഗവാനെ നോക്കി. കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് അവർക്ക് മനസ്സിലായി. ഭഗവാൻ തീരുമാനിച്ചു, ഇവരെ ഇപ്പോൾ അനുഗ്രഹിച്ചു,
രക്ഷിച്ചു. അത് പോരാ, ഇവനെ എവിടെയെന്ന് ഓടിക്കുകയും വേണം. ഈ കാളിയനെ എവിടുന്ന് ഓടിച്ചേ പറ്റൂ എന്ന്. ഭഗവാന്റെ അവതാരത്തിന് തന്നെ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ലോകത്തെ രക്ഷിക്കണം, സജ്ജനങ്ങളെ രക്ഷിക്കണം. ഖല സംയമനാവതാര, ദുഷ്ടന്മാരെ ഓടിക്കണം, നിഗ്രഹിക്കണം, നിയന്ത്രിക്കണം. അതൊക്കെ അറിയാം ഭഗവാന്. അതിനുവേണ്ടിയാണ് അവിടുന്ന് വെള്ളത്തിലേക്ക് ചാടാനായിട്ട് ഒരുങ്ങിയത്. അപ്പോൾ കുട്ടികൾ വേണ്ട കൃഷ്ണ, വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. ആറ്റിലേക്കച്ചൂത ചാടൊല്ലേ ചാടൊല്ലേ, കാട്ടിലെ പൊയ്കയിൽ പോയി നീന്താം, കാളകൂടൊൽക്കട കാഗോളമാളീന, കാളിയൻ പാർപ്പുണ്ടി കാളിന്തിയിൽ, അറ്റിലേക്കച്ചൂത ചാടൊല്ലേ ചാടൊല്ലേ, കാട്ടിലെ പൊയ്കയിൽ പോയി നീന്താം. അച്യുത എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ചാടിയാലും ഭഗവാന് കുഴപ്പമൊന്നും സംഭവിക്കില്ല. അവിടുന്ന് ച്യുതിയുള്ള ആളല്ല, അച്യുതനാണ് അവിടുന്ന് എന്ന്. ഭഗവാൻ വെള്ളത്തിലേക്ക് ചാടി നീന്തി തുടിച്ചു. കാളിയൻ ഇങ്ങോട്ട് വന്നു. കാളിയന്റെ രൂപമൊക്കെ ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഭഗവാനെ ചുറ്റി വരിഞ്ഞ് ദംശിക്കാനായിട്ട് ഒരുങ്ങി. ഭഗവാൻ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കളിക്കുന്നുണ്ട്. ഭഗവാന്റെ ശരീരത്തെ കൊത്തുകൊള്ളുന്നൊന്നുമില്ല. ആ രംഗം ഭാഗവതത്തിൽ എത്ര മനോഹരമായിട്ടാണ് വർണ്ണിക്കുന്നത്. തം പ്രേക്ഷണീയ സുകുമാരഘനാവതാദം ശ്രീവത്സപീതവസനം സ്മിതസുന്ദരാസ്യം. കാവ്യമാധുര്യമുണ്ട് ഭാഗവതത്തിന്. വ്യാസഭഗവാൻ എഴുതിയതാണ്. അതിന് തുല്യമായിട്ട് ഇനി ആർക്കും എഴുതാനായിട്ട് സാധിക്കില്ല. എല്ലാമുണ്ട് ഭാഗവതത്തിൽ. ഭാഗവതത്തിൽ എല്ലാമുള്ളത് എന്തുകൊണ്ടാണ്? ഭാഗവതം എന്താണ്? ഭാഗവതം ഒരു ശാസ്ത്രമാണ്, ഭാഗവതം ഒരു കാവ്യമാണ്, ഭാഗവതം ഒരു പുരാണമാണ് എന്നൊക്കെ പറയാം. പക്ഷെ അതിലുപരിയായിട്ട് ഭാഗവതം കൃഷ്ണനാണ്. അതുകൊണ്ടാണ് ഭാഗവതത്തിലെല്ലാം ഉള്ളത്. മധുരമധുരമാണ് ഭാഗവതത്തിലെ ഓരോ വരികളും. ഇവിടെ പറഞ്ഞു ഭാഗവതം ഇവിടെ വായിക്കുന്നത് കേൾക്കുന്നത് തന്നെ വളരെ സുഖകരമാണ് എന്ന്. അത് ശരിയാണ്. വേറെ ഏതെങ്കിലും സ്ഥലത്ത് വായിക്കുന്നത് അങ്ങനെയല്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയാതെ തന്നെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. സത്രം നടത്തേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി പഠിച്ച് സത്രം നടത്തുന്ന സത്രത്തിന് വ്യത്യാസമുണ്ട്. അല്ലാത്ത സത്രങ്ങളിൽ നിന്ന് അതിന് വ്യത്യാസമുണ്ട്. ഇവിടെ ആ ഒരു വ്യത്യാസമാണ് കാണുന്നത്. അച്ചടക്കത്തോടുകൂടി കേൾക്കുന്നു, ശ്രദ്ധയോടുകൂടി മനസ്സ് കൃഷ്ണനിൽ സമർപ്പിച്ച് വളരെ ഭംഗിയായിട്ട് ഭഗവത് കാര്യങ്ങൾ നടക്കുന്നു. ഏതിനും ഒരു അടുക്കും ചിട്ടയും ക്രമവും വേണം. ഒരാള് പറയുന്നത് അനുസരിക്കാൻ നാം പഠിച്ചിരിക്കണം. വിനയത്തോടുകൂടി ഭാഗവതത്തെ സമീപിക്കണം. നാമം ജപിക്കുന്നതിന് പോലും ഒരു ചിട്ടയും ക്രമമുണ്ട്. നാമം ജപിക്കുന്നവര് നാമത്തിൻ്റെതായ തത്വങ്ങൾ അനുസരിച്ച് നാമം ജപിക്കണം. ഒരു പരമ്പരയിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് കൃഷ്ണനിൽ മനസ്സ് സമർപ്പിച്ച് കൃഷ്ണനിൽ വിശ്വാസത്തോടുകൂടി ഗുരുപദേശത്തിനനുസരിച്ച് നാമം ജപിക്കുകയാണെങ്കിൽ കൃഷ്ണനെ കാണാൻ സാധിക്കും. ഇത് ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും വേണ്ടത്ര ഫലസിദ്ധി ഉണ്ടാകാത്തത്. അപ്പൊ പറഞ്ഞു വന്നത് ഭാഗവതം മധുരമാണ്, മധുരമധുരമാണ് ഭാഗവതം. ഭാഗവതത്തിൽ ചില സ്ഥലങ്ങളിൽ മറ്റ് പല പല ശാസ്ത്രങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. കാവ്യമാധുര്യമുണ്ട്. ഭാഗവതം സുന്ദരമായ കവിതയാണ്. ദീർഘകാലം കവിത എഴുതിയും കവിത വായിച്ചും കവിത പറഞ്ഞും നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഭാഗവതത്തിലെ കവിതയെ ആസ്വദിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഭാഗവതം മധുരമധുരമായ കവിതയാണ്. തം പ്രേക്ഷണീയ
സുകുമാര ഘനാവതാതം ശ്രീവത്സ പീതവസനം സ്മിതസുന്ദരാസ്യം. പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ. പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ കൃഷ്ണനെ അത്രമാത്രം ക്രൂരനായതുകൊണ്ടാണ് കാളിയനെ ദംശിക്കാൻ തോന്നിയത്. ഈ കാളിയൻ ആരായിരുന്നു എന്നും എന്താണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗർഗഭാഗവത്തിൽ പറയുന്നുണ്ട്. ഏതായാലും കാളിയനും ഭാഗ്യവാനാണ്. ശ്രീകൃഷ്ണ ലീലാമൃതത്തില് പഞ്ചജാമര വൃത്തത്തിൽ ഈ നൃത്തം വർണ്ണിക്കുന്ന സമയത്ത് കാളിയൻ വലിയ ഭാഗ്യവാനാണ് എന്ന് പറയുന്നുണ്ട്. ഭഗവാന്റെ പാദസ്പർശം ശിരസിലേൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ, അത് തന്നെ ഭാഗ്യം. അപ്പോൾ ഗോകുലത്തിലെ ദുർനിമിത്തങ്ങൾ കണ്ട് അവരെല്ലാവരും വന്നു. അവർക്ക് വഴി കാണിച്ചു കൊടുത്തത് ബലരാമനാണ്. അതിനുവേണ്ടി ആയിരിക്കാം ബലരാമനെ ഒരുപക്ഷെ ഭഗവാൻ അവിടെ നിർത്തിയത്. എല്ലാവരും വന്നെത്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്റെ നൃത്തത്തിനുള്ള സമയമായി എന്ന് ഭഗവാനും തീരുമാനിച്ചു. അപ്പോൾ ഗോകുലത്തിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും നന്ദഗോപരും യശോദാദേവിയൊക്കെ അവിടെ വന്നെത്തിയപ്പോൾ അവരൊക്കെ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് അവർ വെള്ളത്തിലേക്ക് എടുത്തു ചാടാനായിട്ട് ഒരുങ്ങുന്നുണ്ട് ഈ രംഗം കണ്ടിട്ട്. പക്ഷെ ബലരാമനാണ് അവരെ തടയുന്നത്. ഭഗവാൻ പെട്ടെന്ന് നൃത്തം ചെയ്യാനായിട്ട് ആരംഭിച്ചു. കരയ്ക്കനേകം പേർ കരഞ്ഞു നിൽക്കവേ സരസനാമോമൽ സരസിജേക്ഷണൻ ഉടനെന്തോ ചെയ്തിട്ടുടലൂരി കേറി പടങ്ങളിലൊന്നിൽ തുടങ്ങി നർത്തനം. ജയ ജയ എന്നു കരയിലുള്ളോരും വിയത്തിലുള്ളോരും സ്തുതി തുടങ്ങിനാർ. ഭഗവാൻ ഇങ്ങനെ നൃത്തം ആരംഭിച്ചു. ആകാശത്തിൽ നിന്ന് ദേവന്മാരും ഒക്കെ പുഷ്പവൃഷ്ടി ചെയ്തു. ദേവസുന്ദരികൾ നൃത്തം ചെയ്തു. കാളിയന്റെ രക്തത്തുള്ളികള് കാളിന്തി നദിയിലെ നീല നിറമുള്ള ജലത്തിന് ചുവപ്പ് നിറം പകർന്നു. കാളിയന്റെ പത്നിമാര് വന്നു. കുട്ടികളെ മുമ്പിൽ നിർത്തിയിട്ട് പട്ടുവസ്ത്രങ്ങളും രത്നങ്ങളും ഭഗവാന് സമർപ്പിച്ചു. അവര് സ്തുതിച്ചു. ആ സ്തുതിയും ഗംഭീരമാണ്. വിസ്തരിച്ചിട്ടാണ് സ്തുതിക്കുന്നത്. അവർക്ക് സജ്ജന സംസർഗം കൊണ്ട് ഭക്തി ഉണ്ടായി എന്ന് ഭഗവാൻ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവരോട് പറയുന്നുണ്ട്. സത്സംഗം കൊണ്ട് ഭക്തിയുണ്ടായ കുറെ ആൾക്കാരുടെ പേര് പറയുമ്പോൾ നാഗപത്നികളും ഉൾക്കൊള്ളുന്നുണ്ട്. സ്തുതിയൊക്കെ കഴിഞ്ഞു. ഭഗവാൻ നൃത്തം ഒഴിവാക്കി കാളിയനെ അനുഗ്രഹിച്ചു. ഇവിടെ നിന്ന് പൊക്കോളൂ, രമണക ദ്വീപിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. അത് പറ്റില്ല, അവിടെ എത്തിയാൽ ഗരുഡൻ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഇനി നിന്നെ കണ്ടാൽ ഗരുഡൻ നമസ്കരിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം നിന്റെ ശിരസില് എന്റെ പാദചിഹ്നങ്ങൾ ഉണ്ട് എന്ന്. കാളീയഫണമാണിക്യരഞ്ജിത ശ്രീപദംബുജ. ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതകത്തിൽ അങ്ങനെ ഒരു നാമധേയവുമുണ്ട്. വിനതാസുതനെ ഭയപ്പെടേണ്ട വിനയശ്രീ ഗുണമുള്ള കാളിയാനീ. കാളിയനെ അങ്ങനെ ഭഗവാൻ അവിടെ നിന്ന് യാത്രയാക്കി. ഭഗവാൻ പട്ടുവസ്ത്രങ്ങളും രത്നങ്ങളുമായി നീന്തിത്തുടിച്ച് കരയിലേക്ക് കയറി. അതൊക്കെ അച്ഛനമ്മമാർക്കും ബന്ധുമിത്രാദികൾക്കും കൊടുത്തു. നന്ദഗോപർക്ക് കൃഷ്ണനെ ലഭിച്ചതുകൊണ്ട് തന്നെ സന്തോഷമായി. അവിടെ വന്നെത്തിയ സജ്ജനങ്ങൾക്ക് അദ്ദേഹം തനിക്ക് കിട്ടിയതെല്ലാം ദാനം ചെയ്തു. ഈ കഥ അഹങ്കാര ശമനത്തിന്റെ കഥയും കൂടിയാണ്. അതാണ് അതിലുള്ള തത്വം. നമ്മളൊക്കെ പലപ്പോഴും അഹങ്കരിക്കുകയാണ്. എല്ലാവിധത്തിലും മനുഷ്യന് അഹങ്കാരമാണ്. ജന്മൈശ്വര്യ ശ്രുതശ്രീഭിരേധമാന മദപ്പുമാൻ നൈവാർഹത്യഭിധാതും വൈ ത്വാം അകിഞ്ചന ഗോചരം. കുന്തിദേവി പറയുന്നുണ്ട്, ജന്മം കൊണ്ട്, വിദ്യ കൊണ്ട്, ഐശ്വര്യം കൊണ്ട്, യൗവനം കൊണ്ടും മറ്റും അഹങ്കരിക്കുന്നവർക്ക് കൃഷ്ണനെ വിളിക്കാൻ സാധിക്കില്ല എന്ന്. നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. പ്രാപഞ്ചിക ജീവിതത്തിൽ ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാം, ഉയർന്ന കുലത്തിൽ ജനിച്ചവർക്ക് ഞങ്ങൾ ഉയർന്ന കുലത്തിലാണെന്നുള്ള അഹങ്കാരം. അല്പം ഭക്തി ഉണ്ടോ എന്ന് സംശയം തോന്നുന്നവർക്ക് ഞങ്ങൾ ഭക്തന്മാരാണ് എന്നുള്ള അഹങ്കാരം. പണ്ഡിതന്മാർക്ക് ഞാൻ പണ്ഡിതനാണ് എന്നുള്ള അഹങ്കാരം. ബ്രാഹ്മണർക്ക് ഞാൻ ബ്രാഹ്മണനാണ് എന്നുള്ള അഹങ്കാരം. സന്യാസിമാർക്ക് ഞാൻ സന്യാസിയാണ് എന്നുള്ള അഹങ്കാരം. അഹങ്കാരം നിറഞ്ഞിരിക്കുകയാണ് ലോകത്തില്. അഹങ്കാരത്തെ പരിപൂർണമായി ഒഴിവാക്കാൻ ആർക്ക് സാധിക്കുന്നുവോ
അവർക്ക് മാത്രമേ കൃഷ്ണനെ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. കൃഷ്ണ ഭഗവാനെ ഹരേ കൃഷ്ണ എന്ന് ഉച്ചത്തിൽ ഉള്ളറിഞ്ഞ് വിളിക്കാൻ നമുക്ക് സാധിക്കണം. ഉള്ളറിഞ്ഞു വിളിച്ചീടിൽ ഉള്ളിൽ തെളിയും എപ്പോഴും കള്ളച്ചിരിയുമായി വെണ്ണക്കണ്ണനം മുരളീധരൻ ഞാൻ എന്നുള്ള ഭാവം പരിപൂർണമായി ഒഴിവാക്കാൻ സാധിക്കണം. ഐനന്ദതനൂജ കിങ്കരം പതിതം മാം വിഷമേ ഭവംബുധൗ കൃപയാ തവ പാദപങ്കജസ്ഥിതധൂളി സദൃശം വിചിന്തയാ. ഭഗവാനെ, അവിടുത്തെ കാലിലെ ഒരു പൊടിയായി എന്നെ കരുതേണമേ എന്ന് പ്രാർത്ഥിക്കണം. ശ്യാമസുന്ദര കൃഷ്ണ എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കണം. ഗോപികമാരെ പോലെ ഹാ നാഥരമണ പ്രേഷ്ഠ ക്വാസി ക്വാസി മഹഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധിം. എന്റെ അരികിലേക്ക് ഓടി വരൂ കൃഷ്ണ എന്ന് വിളിക്കാൻ സാധിക്കണം. അതിന് അഹങ്കാരത്തെ ഒഴിവാക്കണം. അഹങ്കാരം വെടിഞ്ഞുള്ളം ഭക്തിയാൽ കുളിരേൽക്കവേ അമൃതാനന്ദ വർഷത്തിനണയും നീലമേഘമേ പൊന്നോടെ കുഴലും കയ്യിലേന്തി എന്നരികത്തു നീ വന്നാലും പീലിയാടും പൂമുഖം കാണട്ടെ മുന്നിൽ ഞാൻ. ഇരുളിൽ കണ്ണുകാണാതെ തപ്പി നീങ്ങുന്ന വേളയിൽ ഗുരുവായൂരപ്പ നിന്നെ വിളിക്കാൻ തോന്നിടേണമേ. ആ ഒരു തത്വമാണ് കാളീയമർദ്ദനത്തിലൂടെ ഭഗവാൻ ഈ തത്വമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. തദൈവ സാമൃത ജല യമുന നിർവിഷാഭവത് അനുഗ്രഹാത് ഭഗവത ക്രീഡാമാനുഷരൂപിണ. ഭഗവാന്റെ അനുഗ്രഹം, ക്രീഡാമാനുഷരൂപിയായ കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് യമുന നിർവിഷാഭവൽ, യമുന നിർവിഷയായി മാറി. നമ്മുടെ മനസ്സിൽ നിന്നും ഈ വിഷം നമ്മൾ നീക്കിക്കളയണം. കാമക്രോധ ലോഭ മോഹ മത മത്സര്യാദികളായ വിഷങ്ങൾ നീക്കണം. പിന്നെ പ്രലംബാസുര വധം, അതിനിടയിൽ അഗ്നിപാനം ചെയ്ത ഭഗവാന്റെ ലീല. പ്രലംബൻ കംസഭൃത്യന്മാരിൽ ഏറ്റവും ഭയങ്കരനായ പേരുകൊണ്ട് തന്നെ അറിയാം. പ്രലംബൻ വലിയ ആളാണ്, തടി നീളമൊക്കെ. അന്ന് കാട്ടിൽ വെച്ച് മല്ലയുദ്ധം നടത്തിയതും ഗോപവേഷം ധരിച്ച് അതിനിടയിൽ വന്നെത്തിയ പ്രലംബാസുരൻ കൃഷ്ണപക്ഷം ചേർന്ന് ബലരാമനോട് യുദ്ധം ചെയ്തു. ബലരാമന്റെ കൈകൊണ്ട് മരിക്കാനിടയായി. പിന്നെ ഒരു അധ്യായം കൊണ്ട് വർണ്ണിച്ചിരിക്കുന്നത് ഋതുവർണ്ണനെയാണ്. ഭാഗവതത്തിലെ ഋതുവർണ്ണനയ്ക്ക് വ്യത്യാസമുണ്ട്. മഹാകാവ്യങ്ങളിലെ നഗരാർണവ ശൈലർത്തു ചന്ദ്രാർക്കോദയ വർണ്ണനം എന്ന് ദണ്ഡിയും മറ്റും പറഞ്ഞിരിക്കുന്ന ക്രമത്തിലെ ഋതുവർണ്ണന മഹാകാവ്യങ്ങളിൽ കാണാം. കാളിദാസന്റെ കൃതികളിലും മലയാളത്തിലുള്ള കേശവീയാദികളായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. പക്ഷെ ഇവിടെ അല്പം വ്യത്യാസമാണ്. ഇതൊക്കെ മനസ്സ് കൃഷ്ണനിൽ അടുപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഋതുക്കളെ വർണ്ണിച്ചിരിക്കുന്നത്. ഓരോ ഋതുവിന്റെയും പ്രത്യേകതകള് ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മള് മനസ്സ് ഈ ശ്രീകൃഷ്ണ ഭഗവാനിലെ സമർപ്പിക്കേണ്ടത് എന്ന് കാണിച്ചു തരികയാണ്. വളരെ ലളിതമായ രീതിയിൽ നമുക്ക് അനുകരിക്കാവുന്നതാണ്. നീല നിറം കാണുമ്പോൾ കൃഷ്ണനെ ഓർക്കുക, മഞ്ഞ നിറം കാണുമ്പോൾ കൃഷ്ണനെ ഓർക്കുക, വൃന്ദാവനം കാണുമ്പോൾ കൃഷ്ണനെ ഓർക്കുക, മഴ പെയ്യുമ്പോൾ കൃഷ്ണനെ ഓർക്കുക, മഴ പെയ്യാതിരിക്കുമ്പോഴും കൃഷ്ണനെ ഓർക്കുക. ആടിക്കരിങ്കാറു നിറഞ്ഞു വിണ്ണിൽ പേടിപ്പെടുത്തും മഴ പെയ്തിടുമ്പോൾ ഗോവർദ്ധനത്തെ കുടയായി പിടിച്ച ഗോവിന്ദനെ പാർത്തുഴലുന്നു ചിത്തം. പുലർച്ചയിൽ ഗോപികമാരെണീറ്റു പശുക്കളെ ചെന്നു കറന്നിടുമ്പോൾ അടുത്തു പാൽപാത്രവുമായി നിൽക്കും മിടുക്കനുണ്ണിയെ ഓർത്തിടുന്നു. സീമാധികം ഭക്തിയോടന്തിനേരമാമോദമർന്നുണ്ണികളൊത്തുകൂടി നാമം ജപിക്കുമ്പൊഴുതെന്നുമുള്ളിൽ ദാമോദരൻ തൻ കഥയോർത്തിടുന്നു.
അന്തിക്കു വൃന്ദാടവി വിട്ടു ഗോപവൃന്ദം പശുക്കൂട്ടവുമായി വരുമ്പോൾ നന്ദാത്മജന്തൻ കമനീയ രൂപം ചിന്തിച്ചു കേണിടുകയാണു ചിത്തം. ഗോപികമാര് ഉദ്ധവരോട് പറഞ്ഞ അതാണ്, ഞങ്ങൾ എപ്പോഴും കൃഷ്ണനെയാണ് ഓർക്കുന്നത് എന്ന്. ഞങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ സമയമില്ല, വേറെ ആരാധനയുമില്ല എന്ന്. അതിദുർലഭമായ ഈ പ്രേമഭക്തി കേൾക്കണം, കാണണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം ഉദ്ധവര്. അതിനുവേണ്ടിയാണ് ഉദ്ധവരെ ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞയച്ചത്. ഗോപികമാരെ പഠിപ്പിക്കാനാണ് ഉദ്ധവര് പോയത് എന്ന് പറയുന്നവരുമുണ്ട്. ഞങ്ങൾ അങ്ങനെ പറയില്ല. ഗോപികമാരിൽ നിന്ന് ആ പ്രേമഭാവം മനസ്സിലാക്കണം, ഇദ്ദേഹം കണ്ടു പഠിക്കണം. എന്നിട്ട് വേണം ഉദ്ധവരെ ഏകാദശം കേൾപ്പിക്കാൻ ഭഗവാന്. ഉദ്ധവര് ഏകാദശം കേൾക്കുകയാണെങ്കിൽ, ഉദ്ധവര് ഏകാദശം പഠിക്കുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ളവർ കേൾക്കുന്നത് പോലെയല്ല, അത് ലോകത്തിൽ പ്രയോജനപ്പെടും. സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം. ബദരികാശ്രമത്തിലും മറ്റും താമസിച്ച അദ്ദേഹം അനേകം പരമ്പരകളെ സൃഷ്ടിച്ചു, ഭാഗവതം പ്രചരിപ്പിച്ചു. ആ പരമ്പരകളിൽ നിന്നിങ്ങനെ വരുന്ന കണ്ണികളാണ് നമ്മളെല്ലാവരും. അപ്പൊ നമുക്കെല്ലാം ഗുരുനാഥനായിട്ടുള്ള ആള് ഉദ്ധവരാണ്. ഉദ്ധവരുടെ ഗുരുനാഥകളാണ് ഗോപികമാര്. നിങ്ങളെ എന്നെ അനുഗ്രഹിച്ചു എന്ന് ഉദ്ധവര് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഗോപികമാരോട്. വന്ദേ നന്ദൗരജസ്ത്രീണാം പാദരേണുമഭീഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. നമ്മൾ ഭാഗവതം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ എപ്പോഴും ഗോപികമാരെ സ്മരിക്കണം. ഗോപികമാരുടെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. എന്നാലേ കൃഷ്ണന്റെ അനുഗ്രഹം നമുക്ക് സിദ്ധിക്കുകയുള്ളൂ. പിന്നീട് ഇവിടെ വർണ്ണിക്കുന്നത് ഭഗവാന്റെ വേണുഗാന വർണ്ണനയാണ്. കൃഷ്ണനെ കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കുമ്പോൾ മയിൽപ്പീലിയും ഓടക്കുഴലുമാണ് പ്രധാനം. ചില സ്ഥലങ്ങളിൽ ഇന്ന് കൃഷ്ണന്റെ വിഗ്രഹത്തിൽ പൂജ ചെയ്യുമ്പോൾ ഗൃഹത്തിലെ കൃഷ്ണന്റെ ബൊമ്മ വെക്കുകയാണെങ്കിൽ അതിൽ ഓടക്കുഴൽ വെക്കാൻ പാടില്ല എന്ന് ധരിച്ചവർ വരെയുണ്ട്, അങ്ങനെ പ്രചരിപ്പിക്കുന്നവരുമുണ്ട്. പക്ഷെ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ പ്രധാനമായിട്ടുള്ളത് ഓടക്കുഴലാണ്. ഇനി ഓടക്കുഴൽ വിഗ്രഹത്തിൽ ഇല്ലെങ്കിലും പൂജ ചെയ്യുമ്പോൾ കൃഷ്ണന്റെ പൂജ പഠിച്ചിട്ടുള്ളവരാണ് പൂജ ചെയ്യുന്നതെങ്കിൽ വംശി വിലോല കരാഭ്യാം നമ എന്ന് പറഞ്ഞ് അവിടെ ന്യസിക്കും. പൂജ ചെയ്യുന്നത് എങ്ങനെയുണ്ട്, പൂജ കൂടെ ചെയ്യുന്ന ആളായതുകൊണ്ടും കൂടെയാണ് ഞാൻ പറയുന്നത്. ന്യസിക്കുക എന്നുള്ള സമ്പ്രദായമുണ്ട്. ആ ഓടക്കുഴലിലൂടെ ഒഴുകുന്നത് ബ്രഹ്മാനന്ദ അനുഭൂതിയാണ്. ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്, സർവവേദാന്തസാരം ഹി ശ്രീ ഭാഗവതമിഷ്യതേ തദ്രസാമൃത തൃപ്തസ്യ നാന്യത്രസ്യാദ്രധിക്വജിൽ. ഭാഗവതത്തിൽ കൃഷ്ണന്റെ വേണുഗാനമാണ് ഒഴുകുന്നത് എന്നതുകൊണ്ട് അതിൽ ആസക്തി ഉണ്ടായാൽ പിന്നെ വേറെ ഒന്നിലും ആസക്തി ഉണ്ടാകുകയില്ല എന്ന്. ഭാഗവതത്തിന്റെ ഈ അമൃതം അങ്ങനെ പാൽപ്പായസം കുടിക്കുന്നത് പോലെ കുടിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ദേവീ ഭാഗവതമൊക്കെ വായിക്കാനൊന്നും താല്പര്യമില്ലാതെയാവും. ഭാഗവതം മാത്രം, ഭാഗവതത്തിന്റെ അമൃത് അല്ലെങ്കിൽ ഭാഗവത സാരങ്ങളായ ഗ്രന്ഥങ്ങൾ കൃഷ്ണപ്രേമാനന്ദം അങ്ങനെ നിറയും. തദ്രസാമൃത തൃപ്തസ്യ നാന്യത്രസ്യാദ്രധി ക്വചിൽ എന്ന്. അമ്പലപ്പുഴ പാൽപ്പായസം പോലെയാണ്. എന്താ അമ്പലപ്പുഴ എന്ന് പറയാൻ കാരണം കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിലെ കേരളത്തിലെ ചൈതന്യ മഹാപ്രഭുവിന്റെ പരമ്പരയുള്ള ആചാര്യന്മാര് കൂടുതൽ വന്ന് താമസിച്ചത് അമ്പലപ്പുഴയിലാണ്. അമ്പലപ്പുഴയിൽ വന്ന് താമസിച്ചപ്പോൾ അവര് പ്രചരിപ്പിച്ച കൃഷ്ണപ്രേമം അതാണ് കേരളത്തിൽ ചൈതന്യ സമ്പ്രദായമായിട്ട് ഒഴുകിയത്. അത് ഭട്ടമാതിരൂപ സൂചിപ്പിക്കുന്നുണ്ട്. സ്യാനന്തൂരപുരത്തിൽ നീ വരദനം ശ്രീപത്മനാഭൻ ഘനശ്യാമശ്രീധര വല്ലഭാലേമതിൽ ശ്രീവല്ലഭൻ തന്നെ നീ ആനന്ദംബുധി മാരുതേശ്വരനുമാ നീ നിൻ കടാക്ഷാമൃതം പാനം ചെയ്യണം അമ്പലപ്പുഴയിലെ
പാൽപായസം പോലെ ഞാൻ എന്ന് പറയാൻ കാരണം അതാണ്. ആ പാൽപായസം പോലെ മധുരമാണ് വേണുഗാനം. ബ്രഹ്മാനന്ദ അനുഭൂതി ശ്രവണപുടങ്ങളിലൂടെ ലോകത്തിന് മുഴുവൻ പകർന്നു കൊടുക്കുകയാണ്. വളരെ നാളുകൾക്ക് ശേഷം ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ, ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ആ വേണുഗാനം ആനന്ദലഹരി നമ്മുടെ ഉള്ളിലുണ്ടാക്കും. കാളിന്തിയറ്റിൻ കരയിൽ കണ്ണിൻ അമൃതധാരയായി പരപ്പിലുണ്ടൊരാരോമൽ പച്ചപ്പുൽ തകിടിപ്പുറം അനന്ത മഹിമാവെന്തുമാ വൃന്ദാവന ഭൂമിയിൽ മാടുമേച്ചു കളിച്ചൻ പോൽ മായാ മനുഷ്യനൻ പുരാൻ കോടക്കാർ കൊമ്പുകുത്തുന്ന കോമള തിരുമേനിയിൽ മഴമിന്നൽ തൊഴും മട്ടിൽ മഞ്ഞപ്പട്ടാട ചാർത്തിയോൻ മനുജ്ഞമമ്മയിൽ പീലി മകുടം വിട്ടു നീങ്ങവേ മാൺപെഴും കവിളിൽ തട്ടി മണികുണ്ടലമാടവേ കുഞ്ഞിളങ്കറ്റിലങ്ങിങ്ങു കുനുകൂന്തൽ കുരുക്കവേ ഗോപിക്കുറി വിയർപ്പുറ്റ കുളിർനെറ്റിയിൽ മായവേ ഓടക്കുഴലണച്ചാൻ പോൽ ഓമൽ തേൻ ചോരി വായ്ക്കുമേൽ ഊതിനാൻ പോൽ ആടിനാൻ പോൽ ഓങ്കാരപ്പൊരുളൻ പുരാൻ. വേണുഗോപാലമൂർത്തിയായ ഭഗവാന്റെ ആ രൂപം വർണ്ണിക്കുന്ന ശ്ലോകമാണ് ബർഹാപീഠം എന്ന ശ്ലോകം. ഭാഗവതത്തിലെ അതിവിശിഷ്ടമായ ശ്ലോകങ്ങളിൽ ഒന്നാണത്. ഈ ശ്ലോകം കേട്ടിട്ടാണ് വ്യാസശിഷ്യന്മാര് ഈ ശ്ലോകം ചൊല്ലുന്നത് കേട്ടിട്ടാണ് ശ്രീശുക ബ്രഹ്മർഷിക്ക് ഭാഗവതത്തിൽ താല്പര്യമുണ്ടായത്. ഈ ശ്ലോകം ഏത് ഗ്രന്ഥത്തിലുള്ളതാണ് അദ്ദേഹം ചോദിച്ചു. ഇത് ഭാഗവതത്തിലുള്ളതാണ്, അങ്ങയുടെ അച്ഛൻ എഴുതിയതാണ്. ശ്ലോകം പഠിച്ചു അച്ഛന്റെ അടുത്ത് എന്നിട്ട് പിന്നെ ഭാഗവതം മുഴുവൻ ഉപദേശമായി സ്വീകരിച്ചു. ഭാഗവതത്തിന്റെ ആനന്ദലഹരിയിൽ അദ്ദേഹം ആറാടി. ആത്മാരാമനാണ് അദ്ദേഹം. ആത്മാരാമന്മാരായിട്ടുള്ളവർക്ക് പോലും ആനന്ദം പകരുന്നതാണ് കൃഷ്ണ കഥ. നമ്മൾ വിചാരിക്കുന്ന ഭക്തിഭാവത്തിനും അപ്പുറത്തെത്തിയിട്ടുള്ള ഒരാളാണ് ശ്രീ ശിവബ്രഹ്മർഷി. എന്നിട്ട് പോലും അദ്ദേഹം പ്രേമാനന്ദം അനുഭവിക്കാൻ ആഗ്രഹിച്ചു. വ്യാസശിഷ്യന്മാരാകട്ടെ കാട്ടിൽ ഇത് പാടി നടന്നത് ഭയത്തിൽ നിന്ന് മോചനമുണ്ടാകാൻ വേണ്ടിയാണ്. നമ്മളെല്ലാം എന്നും പഠിച്ച് ജപിക്കുക, ഭയത്തിൽ നിന്ന് മോചനം ഉണ്ടാകാൻ വേണ്ടി, ഉള്ളിൽ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട്, വേണുഗോപാലമൂർത്തിയായ കൃഷ്ണനെ കാണാൻ വേണ്ടി എപ്പോഴും കൃഷ്ണനാമങ്ങൾ ജപിക്കുക. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞ ഉടനെ ഹരേ കൃഷ്ണ എന്ന് ജപിച്ച് അഭിസംബോധന ചെയ്യുക. ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് ശീലിക്കുക. വെറുതെ പറയുന്നതല്ല, സ്വന്തം അനുഭവത്തിലാണ്. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എപ്പോഴും അത് ജപിക്കാം. അതിന് ശുദ്ധി അശുദ്ധികളൊന്നും ബാധകമല്ല. പ്രണവാദികൾക്ക് ചില നിയമങ്ങളും ചിട്ടകളും പറയുന്നുണ്ട്. നാമത്തിന് അങ്ങനെയില്ല. നാമത്തിന് അങ്ങനെ ഒന്നുമില്ല, എപ്പോഴും ജപിക്കാവുന്നതാണ് നാമം. അതുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് ജപിച്ച് ശീലിക്കുക. ഫോൺ വിളിക്കുമ്പോൾ മാത്രമല്ല, ആളുകളെ കാണുമ്പോഴും അനുഗ്രഹിക്കുമ്പോഴും ഒക്കെ, മറ്റുള്ള ഒരാളെ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഹരേ കൃഷ്ണ ജപിച്ച് നമസ്കരിക്കുക. വൈദിക സമ്പ്രദായത്തിൽ വേറെ ചില ചിട്ടകളുണ്ട്. അഭിവാദയെ എന്നൊക്കെ പറഞ്ഞ് മന്ത്രാദികളോടുകൂടി വേണം. അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ ഹരേ കൃഷ്ണനാമം ജപിച്ച് നമസ്കരിക്കുക. വേറൊരാള് നമ്മളെ നമസ്കരിക്കുകയാണെങ്കിൽ ഹരേ കൃഷ്ണനാമം ജപിച്ച് ആ നമസ്കാരം സ്വീകരിക്കുക. കാരണം ഹരേ കൃഷ്ണനാമം ഇത് നമ്മളെയല്ല നമസ്കരിക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ള കൃഷ്ണനെയാണ്. ഈ നമസ്കാരം വാങ്ങിച്ച് കൃഷ്ണന് കൊടുക്കുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന്. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് അഹങ്കാരത്തെ ത്യജിക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റുള്ളവര് നമ്മളെ നമസ്കരിക്കുന്ന ഒരവസ്ഥയിലുള്ള ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അവരെ അഹങ്കാരം ബാധിക്കാൻ സാധ്യതയുണ്ട്. തന്നിലേക്ക് വരുന്ന നമസ്കാരങ്ങളെല്ലാം പിടിച്ചെടുത്ത് കൃഷ്ണന് സമർപ്പിക്കാൻ നമ്മൾ പരിശീലിക്കണം. നമുക്ക് ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഓടക്കോയിൽ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓടക്കോയിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അതിന് മഹത്വം ഉണ്ടായത് അതിന്റെ ഉള്ളിലേക്ക് അതിന് ഭഗവാന്റെ സ്പർശമുണ്ടായത് കൊണ്ടാണ്, ഭഗവാന്റെ അധര സ്പർശം ഉണ്ടായത് കൊണ്ടാണ്.
ഓടക്കുഴലായി ജനിച്ചത് ദക്ഷിണാമൂർത്തിയായ ഭഗവാൻ മഹാദേവനാണ്. അവിടുന്ന് ഭഗവാന്റെ അധരസ്പർശത്തെ ആഗ്രഹിക്കുകയാണ് ഉണ്ടായത്. ഗർഗഭാഗവതത്തിൽ നിന്ന് അത് മനസ്സിലാക്കാം, മറ്റു പുരാണങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ഗോപികമാർക്ക് കൃഷ്ണനെ പ്രാണനാഥനായി ലഭിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. അവര് കാത്യായനി പൂജ ചെയ്തു. കാത്യായനി ദേവിയെ കാളിന്തി നദിയുടെ കരയിൽ അവര് പൂജിച്ചു. പക്ഷെ അവര് കൃഷ്ണനാമം ജപിച്ചുകൊണ്ടാണ് പൂജിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കാളിന്തി നദിയിൽ ചെന്ന് കുളിക്കുമ്പോൾ ഹരേ കൃഷ്ണനാമമാണ് ജപിക്കുന്നത്. ഏത് ക്ഷേത്രത്തിൽ ചെന്നിട്ടും ഹരേ കൃഷ്ണനാമം ജപിക്കാം. ഏത് ക്ഷേത്രത്തിൽ ചെന്നും കൃഷ്ണന്റെ നാമം ജപിച്ച് കൃഷ്ണനെ സങ്കല്പിച്ച് തൊഴാം. കാരണം ഈ ദേവന്മാരെല്ലാം കൃഷ്ണന്റെ അംശമാണ്. അവരങ്ങനെ കാത്യായനി ദേവിയോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കൃഷ്ണനെ കാണാൻ സാധിക്കണമേ എന്നാണ്. ഞങ്ങൾക്ക് കൃഷ്ണനെ പ്രാണനാഥനായി ലഭിക്കണമേ എന്നാണ്. കൃഷ്ണൻ എല്ലാവരുടെയും പ്രാണനാഥനാണ്. മാധുര്യ ഭക്തിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷ ഭേദം ഇല്ല. പുരുഷന്മാർക്കും മാധുര്യ ഭക്തി സ്വാംശീകരിക്കാം. കാരണം ആത്മാവിന് ലിംഗഭേദം ഇല്ല എന്ന്. നമ്മുടെ ഈ ശരീരത്തിന് മാത്രമാണ് സ്ത്രീ പുരുഷ ഭേദം ഉണ്ടാകുന്നത്. ആത്മാവിനത് വല്ലതും ഉണ്ടോ? സ്ത്രീപുംഭിതാന്നതു സുതസ്യ വിവിക്ത ദൃഷ്ടഹേ എന്ന് പറഞ്ഞു. സ്ത്രീകളാണ് എന്നുള്ള നിലയിൽ അവർക്ക് ഏതെങ്കിലും ഒന്നിന് അധികാരമില്ല എന്ന് പറഞ്ഞ് നിന്ദിക്കുന്നവര് ആ തത്വം ഗ്രഹിക്കാത്തവരാണ്. സ്ത്രീ പുരുഷ ഭേദം മാത്രമല്ല, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്നുള്ള ഭേദങ്ങളും ശരീരത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ആത്മാവാണ് സത്യമായിട്ടുള്ളത്. ജഗദ്ഗുരുവായ രാമാനുജ ആചാര്യര് പറഞ്ഞിട്ടുണ്ട്, ആചാര്യസ്വാമികൾ രാമാനുജാചാര്യര് പറഞ്ഞിട്ടുണ്ട്, ജീവസ്യ നിത്യദാസത്വാൽ സ്വധർമ്മം ആരാധനമച്യുതസ്യ എന്ന്. ജീവന് നിത്യദാസത്വമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്വധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വധർമ്മം ആരാധനം അച്യുതസ്യ എന്ന്. നമ്മുടെ ധർമ്മം അച്യുതാരാധനമാണ്, ശ്രീകൃഷ്ണ ആരാധനയാണ്. അപ്പോൾ നമ്മൾ ഇന്നും ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഹൃദയത്തിൽ സാക്ഷാത്കരിക്കുക. ഗോപികമാർക്ക് ഈ ആത്മതത്വം പറഞ്ഞു കൊടുക്കാൻ അവരുടെ ദേഹാഭിമാനജം ബോധം മുകുന്ദോ പ്രജയോഷിതാം, അവരുടെ ദേഹാഭിമാനം ഇല്ലാതെയാക്കാൻ വേണ്ടി ഭഗവാൻ ഗോപിക വസ്ത്രാപഹാര ലീലയാടി. അതിന്റെ അവസാനത്തിൽ അവർക്ക് ഉപദേശം കൊടുത്തു, നിങ്ങൾക്ക് ബ്രഹ്മാനന്ദാനുഭൂതി രാസപഞ്ചാധ്യായിയിലൂടെ രാസലീലയിലൂടെ കാണിച്ചു തരാമെന്ന്. അങ്ങനെ രാസലീലയിലൂടെ അവര് ബ്രഹ്മാനന്ദ ഭാവത്തിലേക്ക് ഉയരുകയൊക്കെ ചെയ്യുന്ന ഭാഗങ്ങൾ. അതിനു മുമ്പ് ഗോവിന്ദാഭിഷേകം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയുണ്ട്. ഇതൊക്കെയാണ് വൃന്ദാവന ലീലയുടെ സാമാന്യ തത്വം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരല്പസമയം ചില കാര്യങ്ങൾ അനുസ്മരിക്കാൻ സാധിച്ച് ഭഗവാന്റെ പ്രസാദമായി കണക്കാക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദാരവിന്ദത്തിൽ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. കൃഷ്ണനെ നിങ്ങൾ ഹൃദയത്തിൽ സാക്ഷാത്കരിക്കുക. ഞങ്ങളുടെ ലക്ഷ്യം ശ്രീകൃഷ്ണ പ്രേമം കഴിവിനനുസരിച്ച് ലോകത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഭാഗവതം ഉപയോഗിക്കുന്നത്. അതിൽ നിങ്ങളും സമുദ്യുക്തരാകുകയാണെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ശ്യാമസുന്ദര കൃഷ്ണ ശരണം. ശ്രീ രാധികായി നമോ നമഃ.